ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 ജൂലൈ 6 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ അഗ്നികുൽ കോസ്മോസ് വികസിപ്പിച്ച വിക്ഷേപണ വാഹനത്തിന്റെ പരീക്ഷണം വിജയിച്ചു. ഇതിന്റെ പേര്? ഉത്തരം അഗ്നിബാൺ സോർട്ടഡ്. ലോകത്തെ ആദ്യ 3D പ്രിന്റഡ് റോക്കറ്റ് എഞ്ചിൻ കൂടിയാണിത്. റോക്കറ്റ് വിക്ഷേപണത്തിൽ വിജയം നേടുന്ന രാജ്യത്തെ രണ്ടാമത്തെ സ്വകാര്യ ബഹിരാകാശ കമ്പനി കൂടിയാണ് അഗ്നികുൽ കോസ്മോസ്. 2022 നവംബറിൽ ഹൈദരാബാദ് ആസ്ഥാനമായ സ്കൈറൂട്ട് എയറോസ്പേസ് കമ്പനി വിക്രം എസ് എന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ചിരുന്നു. 46ാമത് അന്റാർട്ടിക്ക ഉടമ്പടി കൂടിയാലോചനാ യോഗം നടന്നത് എവിടെ വെച്ചാണ്? ഉത്തരം കൊച്ചി. 2024 മെയ് 20 മുതൽ 30 വരെയാണ് നടന്നത്. കമ്മിറ്റി ഫോർ എൻവയറമെന്റൽ പ്രൊട്ടക്ഷന്റെ 26ാമത് യോഗവും ഇതോടനുബന്ധിച്ച് നടന്നു. 1959 ഡിസംബർ 1 ഒപ്പുവെച്ച ബഹുമുഖ ഉടമ്പടിയായ അന്റാർട്ടിക് ഉടമ്പടിയുടെ വ്യവസ്ഥകൾക്കനുസൃതമായി നടത്തുന്ന ഉന്നതതല ആഗോള വാർഷിക യോഗങ്ങളാണ് ATCM, CEP എന്നിവ. തീവണ്ടികളിൽ വനിതാ യാത്രക്കാർക്ക് സഹായം നൽകാനും സുരക്ഷ ഉറപ്പുവരുത്താനുമുള്ള ഇന്ത്യൻ റെയിൽവേ പദ്ധതി അടുത്തിടെ വിപുലീകരിച്ചു. പേര്? ഉത്തരം മേരി സഹേലി. ചട്ടമ്പി സ്വാമികളുടെ 100ാം സമാധി വാർഷികം അറിയപ്പെടുന്ന പേര്? ഉത്തരം മഹാഗുരുവർഷം 2024. സാറ്റലൈറ്റ് ഇമേജറി സംവിധാനം ഉപയോഗിച്ച് ഏത് നദിയുടെ പുരാതന ശാഖയാണ് അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയത്? ഉത്തരം നൈൽ. 64 കിലോമീറ്റർ നീളത്തിൽ ഒഴുകിയിരുന്ന ഈ നദീശാഖയ്ക്ക് അറബി ഭാഷയിൽ പിരമിഡ് എന്ന അർത്ഥമുള്ള അഹ്റമത്ത് എന്ന പേര് നൽകണമെന്ന് ഗവേഷകർ നിർദ്ദേശിച്ചു. ചന്ദ്രനിൽ ആദ്യമായി റെയിൽവേ സംവിധാനം നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കിയ ബഹിരാകാശ ഏജൻസി? ഉത്തരം നാസ. ചന്ദ്രനിൽ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കാനും ട്രെയിൻ ഓടിക്കാനും ഉദ്ദേശിച്ചുള്ള പദ്ധതിയുടെ പേര് ഫ്ലോട്ട് എന്നാണ്. 17ാം സീസൺ IPL 2020 ക്രിക്കറ്റ് കിരീടം നേടിയത്? ഉത്തരം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 8 വിക്കറ്റിനാണ് തോൽപ്പിച്ചത്. ടീമിന്റെ 3ാം IPL കിരീടമാണിത്. കാട്ടാനകൾ തീവണ്ടി തട്ടി ചെരിയുന്നത് ഒഴിവാക്കാൻ ദക്ഷിണ റെയിൽവേ നടപ്പാക്കുന്ന നിർമ്മിത ബുദ്ധി സംവിധാനം? ഉത്തരം ഗജരാജ. ക്യാമറയും ഭൂമിക്കടിയിലുള്ള കേബിളുകളും ഉപയോഗിച്ചാണ് ഡിജിറ്റൽ അക്കോസ്റ്റിക് സെൻസിംഗ് എന്ന സാങ്കേതിക വിദ്യയിലൂടെ ഗജരാജ നടപ്പിലാക്കുന്നത്. 2024 മെയ്യിൽ അന്തരിച്ച ഏത് വ്യക്തിയാണ് ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ടിരുന്നത്? ഉത്തരം രഘുനന്ദൻ കാമത്ത്. മേരി പോപ്പിൻസ് ഉൾപ്പെടെയുള്ള ഹോളിവുഡ് ക്ലാസിക് സംഗീത സിനിമകൾക്ക് പാട്ടെഴുതിയ സഹോദരങ്ങളിലെ അവശേഷിച്ച വ്യക്തി കൂടി വിട പറഞ്ഞു. പേര്? ഉത്തരം റിച്ചർഡ് ഷെർമൻ. വാൾട്ട് ഡിസ്നിയുടെ ചലച്ചിത്രങ്ങൾ പ്രശസ്തമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സഹോദരങ്ങളിലെ ആദ്യത്തെ ആളായ റോബർട്ട് ഷെർമൻ 2012 അന്തരിച്ചിരുന്നു. 1960 മുതൽ 1973 വരെ ഡിസ്നി കമ്പനിയുടെ സംഗീത വിഭാഗത്തിൽ ഇരുവരും പ്രവർത്തിച്ചിരുന്നു. 2023 UN മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ ഇന്ത്യൻ വനിത? ഉത്തരം രാധിക സെൻ. UN സമാധാന സേനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന രാധിക 2023 മാർച്ച് മുതൽ 2024 ഏപ്രിൽ വരെ കോങ്കോയിലെ സമാധാന ദൗത്യമായ ഇന്ത്യൻ റാപ്പിഡ് ഡിപ്ലോയ്മെന്റ് ബറ്റാലിയനിൽ അംഗമായിരുന്നു. അടുത്തിടെ US-ലെ ബോസ്റ്റണിൽ അന്തരിച്ച ബെറ്റി വാഷിന്റെ നേട്ടം എന്തായിരുന്നു? ഉത്തരം ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം എയർ ഹോസ്റ്റസായി പ്രവർത്തിച്ചു.
US-ലെ വിവിധ വിമാന കമ്പനികളിലായി 67 വർഷമാണ് വാഷ് പറന്ന് നടന്നത്. ദീർഘകാലം എയറോസ്റ്റസ് ആയിരുന്നതിനുള്ള ഗിന്നസ് റെക്കോർഡ് 2022 അവർക്ക് ലഭിച്ചിരുന്നു. ഫ്ലോറിഡയിൽ നിന്നുള്ള ഇന്ത്യൻ വംശജനായ ബൃഹത് സോമ അടുത്തിടെ വാർത്താപ്രാധാന്യം നേടിയതെങ്ങനെയാണ്? ഉത്തരം: 90 സെക്കൻഡിൽ 29 വാക്കുകളുടെ സ്പെല്ലിംഗ് തെറ്റാതെ പറഞ്ഞ് 2024-ലെ സ്ക്രിപ്സ് നാഷണൽ സ്പെല്ലിംഗ് ബി മത്സരത്തിൽ ഒന്നാമനായി വിജയിച്ചതിലൂടെ. 41 ലക്ഷത്തോളം രൂപയാണ് സമ്മാനത്തുക. തെലങ്കാന സ്വദേശിയാണ് സോമയുടെ പിതാവ്. വടക്കേ അമേരിക്കൻ രാജ്യമായ മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റായത്? ഉത്തരം: ക്ലോഡിയ ഷെൻബോം. സ്വതന്ത്ര മെക്സിക്കോയുടെ 200-ലേറെ വർഷത്തെ ചരിത്രത്തിലാദ്യമായാണ് ഒരു വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. നോബൽ സമാധാന സമ്മാനം നേടിയ കാലാവസ്ഥാ ശാസ്ത്രജ്ഞയും കൂടിയാണ്. 18-ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 7 ഘട്ടങ്ങളിലായി നടന്ന വോട്ടെടുപ്പിൽ മൊത്തം പോളിംഗ് ശതമാനം എത്രയായിരുന്നു? ഉത്തരം: 65.79%. 2019-ലെ തിരഞ്ഞെടുപ്പിൽ അത് 67.40% ആയിരുന്നു. 2024-ൽ വോട്ട് രേഖപ്പെടുത്തിയവരുടെ എണ്ണം 64.21 കോടിയാണ്. 2024 ജൂൺ 4-ന് അന്തരിച്ച പ്രശസ്ത പത്രപ്രവർത്തകൻ? ഉത്തരം: BRP ഭാസ്കർ. BRP എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ബാബു രാജേന്ദ്ര പ്രസാദ് ഭാസ്കർ എന്നാണ്. 70 വർഷം മാധ്യമരംഗത്ത് പ്രവർത്തിച്ച BRP സ്റ്റേറ്റ്സ്മാൻ, പേട്രിയറ്റ് തുടങ്ങിയ പത്രങ്ങളിൽ ജോലി ചെയ്തു. 2014-ൽ കേരള സർക്കാരിന്റെ സ്വദേശാഭിമാനി കേസരി മാധ്യമ പുരസ്കാരവും ന്യൂസ് റൂം ഒരു മാധ്യമപ്രവർത്തകന്റെ അനുഭവക്കുറിപ്പുകൾ എന്ന കൃതിക്ക് 2023-ലെ മികച്ച ആത്മകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു. ചരിത്രം നഷ്ടപ്പെട്ടവർ, ദ ചേഞ്ചിങ് മീഡിയാസ്കേപ്പ് എന്നിവ മറ്റു കൃതികൾ. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ഉത്തരം: ജൂൺ 5. ലാൻഡ് റിസ്റ്റോറേഷൻ, ഡെസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രൗട്ട് റെസിലിയൻസ് എന്നതാണ് 2024-ലെ ദിനാചരണ വിഷയം. 2024-ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് 2-ാം സ്ഥാനം ലഭിച്ച മണ്ഡലം? ഉത്തരം: ഇൻഡോർ. കോൺഗ്രസ് സ്ഥാനാർത്ഥി BJP പക്ഷത്തേക്ക് മാറി പത്രിക പിൻവലിച്ചതിനാൽ ഇന്ത്യ സഖ്യത്തിന് സ്ഥാനാർത്ഥിയില്ലാത്തതായ ഇവിടെ നോട്ടയ്ക്ക് 2,18,674 വോട്ടുകൾ ലഭിച്ചു. ബ്രിട്ടനിലെ കേംബ്രിഡ്ജ് നഗരത്തിന്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി? ഉത്തരം: ബൈജു തിട്ടാല. കോട്ടയം ആർപ്പുക്കര സ്വദേശിയാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഭ്യന്തര സൈനിക നടപടിയായ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ തുടങ്ങിയത് എന്നായിരുന്നു? ഉത്തരം: 1984 ജൂൺ 1-ന്. ജൂൺ 1 മുതൽ 10 വരെ സൈനിക നടപടി നീണ്ടുനിന്നു. 2024 ജൂണിൽ 40 വർഷം തികഞ്ഞു. ഖലിസ്ഥാൻ എന്ന പേരിൽ സിഖ് പരമാധികാര രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ട് ഖലിസ്ഥാൻ വിഘടനവാദികൾ നടത്തിയ ആക്രമണങ്ങളെ തുടർന്നാണ് സൈനിക നടപടി സ്വീകരിച്ചത്. ജർണേൽ സിംഗ് ഭിന്ദ്രൻവാലയുടെ നേതൃത്വത്തിൽ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ തമ്പടിച്ച ഖലിസ്ഥാനികളെ തുരത്തുക എന്നതായിരുന്നു ഓപ്പറേഷന്റെ ലക്ഷ്യം. ഔദ്യോഗിക രേഖകൾ പ്രകാരം ഓപ്പറേഷനിൽ 83 സൈനികർക്ക് ജീവൻ നഷ്ടമായി. ഖലിസ്ഥാൻ വാദികളും പൊതുജനങ്ങളുമടക്കം 500-ലേറെ പേർ മരിച്ചു. ഇന്ദിരാഗാന്ധിയായിരുന്നു ഇക്കാലത്ത് പ്രധാനമന്ത്രി. ഗ്യാനി സെയിൽ സിംഗ് രാഷ്ട്രപതി. ജനറൽ AS വൈദിയായിരുന്നു കരസേനാ മേധാവി. സൈനിക നടപടി നയിച്ചത് ജനറൽ കുൽദീപ് സിംഗ് ബ്രാർ. നടപടിയുടെ പ്രത്യാഘാതം എന്ന നിലയിൽ 1984 ഒക്ടോബർ 31-ന് സ്വന്തം അംഗരക്ഷരാൽ ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടു. 1986 ഓഗസ്റ്റ് 10-ന് AS വൈദിയെ സിഖ് തീവ്രവാദികൾ വധിച്ചു. ഇതോടെ
ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ള പോയിന്റ്സ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.